ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. നിന്റെ ഏട്ടൻ ഞങ്ങൾ ഇന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വ്രതം എടുത്തിരിക്കുന്നോടി. ഞാനൊന്ന് വീട് വരെ പോട്ടെ. കണ്ണി കണ്ട ഗുണ്ടകളെയൊക്കെ എന്തിനാ രക്ഷിച്ചെന്ന് എനിക്കൊന്ന് അറിയണം. കണ്ണേട്ടനെ കൊല്ലാനായിട്ട് പ്രതാപനങ്ങളും അച്ഛനും കൂടി കൊട്ടേഷൻ കൊടുത്തതേ ഈ മാർക്കോയ്ക്ക. അതൊക്കെ കണ്ണേട്ടനും അങ്ങേരുടെ ഭാര്യയ്ക്കും അറിയാം. അതുകൊണ്ടാ കണ്ണേട്ടൻ ഇന്ന് കോടതിയിൽ വന്നത്. എന്നാലും ആ മാർക്കോയുടെ ഭീഷണി ഇനി മേഘേട്ടുണ്ടാവാൻ പാടില്ല. അവൻ വലിയ ഗുണ്ടയാണെന്ന് കരുതി മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ? ചെല്ലട്ടെ ചെല്ലട്ടെ, ആരും തടയണ്ട. അവൾ അവിടെ പോയി വഴക്കുണ്ടാക്കിയാലേ എന്തെങ്കിലുമൊക്കെ മെച്ചം നമുക്കുണ്ടാവൂ. വഴക്കുണ്ടാക്കിയാൽ എന്ത് മെച്ചം ഉണ്ടാവാനാ? ഉണ്ടായില്ലെങ്കിലേ എന്റെ നാവ് ഇനിയും വളയും തിരിയും ഒക്കെ ചെയ്യും. ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് നിയന്ത്രിച്ചാ പോകുന്നത്. അതെ, ഇനി നിങ്ങളും നമ്മുടെ മോന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുവേണ്ടി അർച്ചനയും വഴിപാടും ഒക്കെ നടത്ത്. മോളെ, വൈകുന്നേരം അമ്പലത്തിലേക്കൊന്ന് പോണം കേട്ടോ. അവന്റെ പേരിൽ ഒരു മൃത്യുഞ്ജയ അർച്ചന നടത്തണം. ഒന്നാമത് അവനിപ്പോ ദശാസന്ധി നടക്കുന്ന സമയം. ഇന്ന് കോടതിയിൽ വർഷങ്ങൾക്ക് ശേഷം വക്കീൽ വേഷം കെട്ടിക്കൊണ്ട് കമലേശ്വരത്തെ പയ്യനും അവന്റെ കൂട്ടുകാരനും ലക്ഷ്മിക്കൊപ്പം പോയതേ എന്നെ തല്ലിച്ചതച്ചവനെ രക്ഷിക്കാനാ. അതിന്ന് ഒരു കാര്യം വ്യക്തമാണല്ലോ, എന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് അവനെ നിയോഗിച്ചത് കണ്ണനും അവന്റെ കൂട്ടുകാരനും കൂടിയാ. അങ്ങനെയുള്ളവർ കണ്ണൻ കോടതിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളരുത് മോളെ. ഇതിന്റെ പേരിൽ വീട്ടിനകത്ത് സംസാരം ഉണ്ടാവണം, വഴക്ക് നടക്കണം. ആ, ഇതെല്ലാം അറിയാവുന്ന ഒരുത്തി ഇവിടെ നിൽപ്പുണ്ട്, മോളുടെ അമ്മ. എനിക്ക് അവരോട് സംസാരിക്കണ്ട. ഞാനാണ് നിന്റെ മൂത്ത മോളുടെ അച്ഛനല്ലാത്തത്. എന്നാ നിന്റെ മോക്ക് നീ അമ്മയാ. അവക്ക് പക്ഷേ നിന്റെ ശബ്ദം കേൾക്കാൻ പോലും താല്പര്യമില്ല. അവള് സംസാരിച്ച എന്താ സംസാരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. കരുണ നിങ്ങളുടെ സ്വന്തം മോളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവളുടെ സ്വഭാവം ഇല്ലാതാക്കിയത് നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടിയാ. നീ ഏതായാലും നിന്റെ മോളെ നല്ല സ്വഭാവത്തിന്റെ നിറ കൊടവായിട്ടങ്ങ് മാറ്റിയല്ലോ. എന്നെ തല്ലിയവനായപ്പോ കോടതിയിൽ നിന്ന് ഇവളുടെ മരുമോൻ രക്ഷിച്ചിരിക്കുന്നേ. അതും എല്ലാത്തിനും സാക്ഷിയാവാൻ ഇവളുടെ മോളും ഉണ്ടായിരുന്നു. നിന്റെ ദേഹം ചതയണമെന്ന് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവളും ഇവിടെ മോളും തന്നെയാടാ. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആയിക്കോ. ഞാൻ എന്നെയും എന്റെ മോളെയും ന്യായീകരിക്കാനൊന്നും പോകുന്നില്ല. എന്നെയും എന്റെ മോളെയും പഴി ചാരുമ്പോഴും അമ്മയും മകനും ഒരു കാര്യം ഓർത്തോ, അമ്മയുടെ മോൻ ചെയ്ത പല പാപങ്ങളും ഇങ്ങരുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് മുതലും പലിശ അടക്കം അതിനൊക്കെ പിഴയൊടുക്കേ പറ്റൂ.